നമസ്കാരം, കേരള കോളിംഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വള്ളിച്ചൽ വെങ്ങാനൂരിനടുത്തുള്ള പൗർണമിക്കാവിലാണ്. പൗർണമിക്കാവ് വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ്. വിശ്വാസികൾ ഒരുപാട് പേർ എത്തുന്നൊരു ക്ഷേത്രമാണ്. 51 അക്ഷരദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇവിടുത്തെ ചില പ്രത്യേകതകൾ, ഇവിടെ എന്താണ് ഇത്രയും വിശ്വാസികൾ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് അറിയാനും കേൾക്കാനും വേണ്ടിയാണ് യാത്രാമധ്യേ നമ്മളിവിടെ കയറിയത്. അതിനെക്കുറിച്ച് അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചമുഖ ഗണപതി വിഗ്രഹം പൗർണമിക്കാവിലാണ് ഉള്ളത്. സ്വന്തമായി യാഗശാലയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പൗർണമിക്കാവ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയി രാജവംശം ഈ നാട് ഭരിച്ചിരുന്ന കാലം മുതലേ പൗർണമിക്കാവിൽ ഭഗവതി ഈ നാടിനെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. കാലങ്ങൾക്കിപ്പുറം ഇന്നും ഈ നാടിന് തുണയായി പൗർണമിക്കാവിലമ്മ കുടികൊള്ളുന്നു. 51 അക്ഷര ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏക ക്ഷേത്രവും പൗർണമിക്കാവാണ്. ഇവിടുത്തെ ദേവിക്ക് 5 വിവിധ ഭാവങ്ങളാണുള്ളത്. ദേവിക്ക് കാവലാളായി അഗ്നിമാടൻ മുന്നിലുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത നാഗപ്രതിഷ്ഠയും ഇവിടുത്തെ പ്രത്യേകതയാണ്. രാത്രിയും പകൽ പോലെ തന്നെ വെളിച്ചം വിതറിക്കൊണ്ട് പ്രപഞ്ചം തെളിഞ്ഞു നിൽക്കുന്ന പൗർണമി നാളുകളിലാണ് പൗർണമിക്കാവിലെ പൂജയും മറ്റ് ആചാരങ്ങളും. ജീവിതത്തിൽ തളർന്നുപോയ പലരും ദേവിയെ കണ്ട് തളർത്തുപോയ അനുഭവങ്ങൾ പൗർണമിക്കാവിൽ നിരവധിയാണ്. അങ്ങനെ പൗർണമിക്കാവിലെ ട്രസ്റ്റിയുമായിട്ടുള്ള ശങ്കർറാം സോഹൻ ആണ് അദ്ദേഹം നമ്മളോടൊപ്പമാണ് ഇപ്പോൾ. പൗർണമിക്കാവിൻ്റെ വിശേഷങ്ങൾ, അതായത് ഇവിടെ എന്തുമാത്രം വിശ്വാസികൾ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്, അവരുടെ എന്തൊക്കെ അവർക്കൊരു തൃപ്തി ലഭിക്കുന്നു, അവർക്ക് എന്തുമാത്രം പരീക്ഷയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം. അതെ അതെ, പിന്നെ പൗർണമിക്കാവിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്, പാട്ട് കേട്ടിട്ടുണ്ട്. പൗർണമിക്കാവിനെ കുറിച്ച് ഇറങ്ങി. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ ഈ കേരള കോളിംഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തെക്കേറ്റന്മാരുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഇപ്പോൾ നമ്മൾ വള്ളിച്ചൽ ചാവടി നടയ്ക്ക് അടുത്ത് പൗർണമിക്കാവിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പൗർണമിക്കാവിൽ വിശ്വാസികളുടെ ഒരു അഭയകേന്ദ്രമാണ്. തീർച്ചയായിട്ടും അഭയകേന്ദ്രമാണെന്ന് പറയാൻ, ഇവിടെ പുറത്ത് സംഭാവന പിരിക്കാൻ പോവുകയോ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്ന ക്ഷേത്രമാണ്. പിന്നെ ഇവിടെ വരുന്ന ആരെടുത്തും പ്രത്യേകിച്ച് ഇന്ന പൂജകൾ ചെയ്യണമെന്നോ നേർച്ച ചെയ്യണമെന്നോ ആരും പറയില്ല. ഇപ്പോൾ ഒരു പക്കം വന്ന് അവർക്ക് തോന്നണം അവരുടെ ക്ഷേത്രമാണെന്ന് തോന്നും. അപ്പോൾ അത് നമുക്കിവിടെ പൗർണമിയുടെ അന്ന്, പൗർണമി ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവർക്കും എന്താണ് ആ ഭക്തരിൽ ഇങ്ങോട്ട് വരുന്നതും അവരിവിടെ നിൽക്കുന്നതും അവരുടെ മുഖത്ത് ആ സന്തോഷം കൊണ്ട് തന്നെ മനസ്സിലാവും. ഇത് ഞാൻ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും തോന്നും. ഇവിടെ ജാതി മത ഇതൊന്നുമില്ല. ഭയങ്കര ഇതായിട്ട് രാവിലെ മുതൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരും, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ്. ഡൽഹി, ഇപ്പോൾ ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലത്ത് നിന്നും, ഡൽഹി, ബോംബെ ഇങ്ങനെ തുടങ്ങിയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും ആൾ വരാം. അപ്പോൾ ഈ ആൾ വരുന്നത് ഭക്തർ വന്നു ചേർന്ന് അവർക്കിവിടെ പ്രത്യേകിച്ച് നിബന്ധനകളോ ഇന്നൊന്നുമില്ല. രാവിലെ മുതൽ നമ്മൾ അവർക്കെല്ലാം വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ആഹാരം കൊടുക്കാനും വോളണ്ടിയേഴ്സായിട്ട് ഇവിടെ ഭാരവാഹികളില്ല, കമ്മിറ്റിയില്ല, അങ്ങനെയുള്ള ഒന്നും. അതായത് ഭക്തർ തന്നെ ഇവിടെ വന്നിട്ട് നമ്മളോടൊപ്പം നിന്ന് അതിൽ പോലീസുകാരുണ്ട്, പട്ടാളത്തിലിരിക്കുന്നവരുണ്ട്, വലിയ ഉയർന്ന ഉദ്യോഗസ്ഥർ, ജോലി നോക്കുന്നവർ, ബിസിനസ്സുകാർ എല്ലാം ഇവിടെ വന്ന് വോളണ്ടിയേഴ്സായിട്ട് അവരാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു രാവിലെ വരുന്നവർ പെട്ടെന്ന് തിരിച്ചു പോകാറില്ല. അവരിവിടെ നിന്ന് രാത്രി വരെയും വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്ത്, ഒരു പൗർണമി പോലെയല്ല അടുത്ത പൗർണമി, വ്യത്യസ്തമായി. അപ്പോൾ ഈ ദേവിയുടെ ബാലത്രിപുര സുന്ദരിയാണ് ഇവിടുത്തെ ദേവി, ബാലത്രിപുര സുന്ദരി. അപ്പോൾ ഈ ദേവിയുടെ ഒരു 5 ഭാവത്തിലാണ് ഇവിടെ കുടികൊണ്ടിരിക്കുന്നത്. പൂജകളിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യത്യസ്തത മറ്റ് ക്ഷേത്രവുമായിട്ട്. ഇപ്പം ആരിൽ നിന്നും ഒന്നും വാങ്ങാതെ വളരെ ഭംഗിയായി അമ്പലം മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെ ഒരുപാട് റെക്കോർഡുകൾ നമുക്കുണ്ട്. റെക്കോർഡെന്ന് പറയുമ്പം ശിവഭഗവാന്റെ പൂർണ്ണ രൂപം, ഗണപതി ഭഗവാൻ, പഞ്ചമുഖ ഗണപതിയുടെ ഏറ്റവും വലിയ ഭഗവാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ദേവി 5 ഭാവം, പിന്നെ
യാഗശാലയുള്ള ക്ഷേത്രം ഇന്ത്യയിൽ അങ്ങനെ അധികം ഉണ്ടോയെന്ന് തന്നെ സംശയവും. യാഗശാല, സ്ഥിരം യാഗശാല, യാഗശാല, സ്വന്തമായി യാഗശാലയുള്ള ക്ഷേത്രം. പിന്നെ ഇവിടുത്തെ യാഗശാല, അതാണ് യാഗശാല. അത് വിധിപ്രകാരം കെട്ടിയിട്ടുള്ള യാഗശാലയാണ്. യാഗശാലയാണ്. 2 മണികൾ കാണുന്നു. 2 മണി കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു ഭക്തൻ സംഭാവന ചെയ്തതാണ്. അദ്ദേഹം ഒരു കാര്യം നടന്നപ്പോൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു അതിനുവേണ്ടി മണി സംഭാവന തന്നു. ഇപ്പം നമ്മൾ ഇതാണ് മൂലക്ഷേത്രം അല്ലേ? ഇതാണ് മൂലക്ഷേത്രം. ഇവിടെയാണ് ദേവിയുടെ പ്രതിഷ്ഠയുള്ളത്. പിന്നെ ഇതല്ലാതെ നട തുറപ്പുണ്ട്. പഞ്ചമുഖ ഗണപതി ഇവിടെയാണ്. പഞ്ചമുഖ ഗണപതി ഇവിടെയാണ്. ശിവഭഗവാൻ്റെത് അതിനകത്താണ്, 2ാമത്തെ നിലയിൽ അതിനകവശം. പിന്നെ ഈ പുറകു സൈഡിന് ഒരുപാട്, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ നാഗമുള്ളത് ഇവിടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റെങ്ങും ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ത്രിമൂർത്തികളുടെ നാഗം മറ്റെങ്ങും ഇല്ല. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട്. ഇപ്പോൾ തന്നെ 15 അടി പൊക്കമുള്ള ശനീശ്വര വിഗ്രഹം ഇവിടെ എത്തിയിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നു. ഇപ്പോഴെല്ലാം ഇവിടെ നിർമ്മാണമാണ്. അതെ, കോൺക്രീറ്റും എല്ലാം നാളെ കോൺക്രീറ്റ് ഉണ്ട്. ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. പിന്നെ വലിയ 3 വിഗ്രഹങ്ങൾ ഇവിടെ എത്തും. അത് അന്ന് നിങ്ങളെല്ലാവരും അറിയിക്കുന്നതായിരിക്കും. വലിയ ചിന്തിക്കാനൊക്കാത്ത വലിയ 3 ഭയങ്കരമായ ആ ശക്തികളൊന്നും ലോകത്ത് ആരും പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളതായിട്ട്, വലിയ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളതായിട്ട് അറിയില്ല. ശരിക്കും ഈ പൗർണമിക്കാവ് ജനഹൃദയങ്ങളിലേക്ക് അവരുടെ ഒരു ആശ്വാസത്തിൻ്റെ നിഴൽ തണലായിട്ട് മാറിയിട്ട് ഇപ്പം എത്ര കാലമായി? അല്ല, ഒരുപാട് വർഷം കൊണ്ടേ ഇവിടെ ബസ്സിലും തമിഴ്നാട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബസ് വരാറുണ്ട്. വ്യവസായികൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവും അവരുടെ വ്യവസായത്തിൻ്റെ വ്യത്യാസം. അടുത്ത മാസം, അടുത്ത 30 ദിവസം, അടുത്ത പൗർണമിക്ക് മുമ്പ് ഇവിടെ എത്തുന്നതിന് മുമ്പ് അവർക്കത് മനസ്സിലാവും. ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് ഫീസ്, ഇവിടെ ഒന്നിനും ഫീസില്ല. വെളിയിൽ പോയി ഡൊണേഷൻ പിരിക്കാറില്ല. സംഭാവന ഒരു വ്യാപാര സ്ഥാപനത്തിലോ വീടുകളിലോ എങ്ങും പോയി പിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വരുമ്പോൾ അവരെ പ്രശ്നം എന്താ, കൃത്യമായ കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവിടെ ആളുണ്ട്. അതെല്ലാം ഫ്രീ ആണ്. ഫുഡ് രാവിലെ ക്ഷേത്രം തുറക്കുന്ന മുതൽ ഒരു 7 മണി മുതൽ രാത്രി വരെ 11 മണി വരെ ഫുഡ് കിട്ടും. അത് നല്ല രീതിക്ക്. അപ്പോൾ ഇവിടെ കാരണം ചില സമയത്ത് നമ്മൾ ഊണാണെങ്കിൽ ചോറാണ് കൊടുക്കുന്നതെങ്കിൽ മറ്റൊരു സമയത്ത് ചപ്പാത്തിയോ മറ്റൊരു സാധനം ഇഡ്ഡലി ഇങ്ങനെ മാറി തിരിഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. കാരണം എന്നറിയാമോ, ഒരുപാട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവരെ കുടുംബത്തിലുണ്ടാകുന്നു. ഇപ്പം കടമായിട്ട് നിൽക്കുന്നവർ, ജപ്തി പ്രശ്നങ്ങളായിട്ട് വളരെ ദുഃഖിച്ച് കഴിയുന്നവർക്കെല്ലാം ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് ആശ്വാസം കൊടുക്കാൻ പറ്റും. അതിന് കാരണം ഇപ്പോൾ വലിയ വലിയ ആൾക്കാർ, ISRO സോമനാഥ് സാർ ഇവിടുത്തെ ഒരു ഭക്തനാണ്. ISRO മുൻ ചെയർമാൻ മാധവൻ നായർ സാർ ഇവിടുത്തെ ഒരു ആളാണ്, ഭക്തനാണ്. അപ്പോൾ ഇങ്ങനെ അവരൊക്കെ പക്ഷേ ആത്മീയതയ്ക്കപ്പുറം ശാസ്ത്രത്തിന് പ്രവർത്തിക്കുന്നവരാണ്. ശാസ്ത്രവും ആത്മീയതയും വ്യത്യാസമാണെന്ന് പറഞ്ഞ ഒരു ലേഖനം ISRO ചെയർമാൻ മുൻ മാധവൻ നായർ സാർ അതേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രം വേറെ, ഇത് വേറെ. അല്ലേ, അതുപോലെ തന്നെ കഴിഞ്ഞ പൗർണമിക്ക് സമൂഹ വിവാഹം നടത്തിയിരുന്നു. സമൂഹ വിവാഹം നടത്തി. കുറച്ചൊന്നുമല്ല, 216 തീരെ ദരിദ്രരായി. തീരെ ദരിദ്രം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഗംഭീരമായ ട്രൈബൽസാണ്, ആദിവാസികളാണ്. അപ്പോൾ അവരെ എല്ലാം മഹാരാഷ്ട്ര ഉണ്ടായിരുന്നു, അവിടെ നിന്നൊരു കുറച്ച് പേര്, കർണാടകയിൽ ബന്ദിപ്പൂർ വീരപ്പൻ വസിച്ചിരുന്ന കാട്ടിലുണ്ടായിരുന്നവരുണ്ടായിരുന്നു, കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ തമിഴ്നാടുണ്ടായിരുന്നു, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. പൗർണമിയിൽ മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ പൂജയുണ്ടോ? ബാക്കിയുള്ള ദിവസങ്ങളിൽ പൂജയില്ല. പൗർണമി ദിവസം വെളുത്തവാവിൻ്റെ അന്ന് പൂജ നടത്തി രാവിലെ തുറന്നാൽ രാത്രിയിൽ മാത്രമേ അടയ്ക്കൂ. അടച്ച ശേഷം 2ാമത്തെ വെള്ളിയാഴ്ച അഭിഷേകത്തിനായിട്ട് 2ാമത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ശേഷം നട തുറന്ന് വീണ്ടും കുറേ മണിക്കൂറും അഭിഷേകവും അതെല്ലാം കഴിഞ്ഞ് ഒരു 9-9:30 ആകുമ്പോൾ അടയ്ക്കും. അപ്പോൾ അന്നും ധാരാളം പേര് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദൂരദേശത്ത് നിന്നത്. എനിക്ക് ഒരു അത്ഭുതമുള്ളത്, തിരുവനന്തപുരവും കൊല്ലവുമാണ് ഏറ്റവും കുറച്ച് ആൾക്കാരിവിടെ. ഏറ്റവും ദൂരം നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഈ അമ്മയെ എപ്പോഴാണ് കാണാൻ പറ്റുക? അമ്മയാണല്ലോ ദേവി എന്ന് പറയുന്നത്. നമുക്ക് കാര്യങ്ങൾ നമ്മളോട് പറയുന്നതും നമ്മളെ ആശ്വസിപ്പിക്കുന്നതുമായിട്ടുള്ള, നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നതായിട്ടുള്ള ദേവി. അമ്മയെ കാണാൻ അമ്മയിൽ വന്ന് ജനങ്ങളോട് എല്ലാ കാര്യം, അവർക്കുള്ള
പല അസുഖങ്ങളെപ്പറ്റിയും പല കാര്യങ്ങളെപ്പറ്റിയും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അത് നമുക്ക് പൗർണമിയുടെ അന്നും പറ്റും. എന്നെല്ലാം ക്ഷേത്രം തുറക്കും അന്നെല്ലാം അമ്മയുടെ കാണും. പക്ഷേ ഈ പറയുന്ന പൗർണമി ദിവസവും രണ്ടാമത്തെ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ശേഷം അമ്മയുടെ കാണും. അത് നമ്മളൊരാൾ വരുമ്പോൾ ആളുടെ അടുത്ത് പ്രത്യേക പൂജകൾ ചെയ്യണമെന്നോ വേറെ എന്തെങ്കിലും കാര്യം പറയുകയല്ല നമ്മൾ ലക്ഷ്യം. കരഞ്ഞുകൊണ്ട് വരുന്നവരെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് യാത്രയാക്കി എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയം നമുക്ക്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുന്നവർ ആ ഒരു ധൈര്യം, ആ ഒരു ആത്മവിശ്വാസവും ധൈര്യത്തിലാണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണ് അവർ തിരിച്ചു പോകുന്നത്. ആ ധൈര്യം നേടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. വളരെ പ്രതിസന്ധിയിലൂടെ, വളരെ തളർന്ന്, വളരെ ക്ഷീണിച്ച് ഇനി മുമ്പോട്ട് എന്ത് എന്ന ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന പലരും ഇവിടെ വന്ന് വല്ലാത്തൊരു കരുത്തുമായി തിരിച്ചു പോയിട്ടുണ്ട്. വളരെ വിഷമിച്ചും രോഗത്തിനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയും. ഉടൻ എന്തെങ്കിലും അത്യാഹിതം കുടുംബത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞ് നീറി കഴിയുന്ന കുടുംബങ്ങൾ ആര് തന്നെ ആയിരുന്നാലും എന്ത് വിഷമമായിരുന്നാലും അതിന് അവർക്ക് തോന്നുന്ന രീതിയിൽ, കാരണം ഇതൊരു ദൈവികമായ ശക്തി വന്ന് ആശയങ്ങളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇന്ന് വരെ ഒരാളിനും ഒരു ആത്മധൈര്യം കൊടുക്കാതെ ഇവിടെ നിന്ന് അയച്ചിട്ടുള്ള ഇതില്ല. പിന്നെ അമ്മയെ കാണാനായിട്ട് ഒരുപാട് എല്ലാവർക്കും കഴിയണമെന്നില്ല. പരമാവധി ഒരു 700-800 പേർക്ക് കാണാനായിട്ട് ടോക്കൺ കൊടുക്കും. ടോക്കൺ പൈസയില്ല, എല്ലാം സൗജന്യം. പിന്നെ ഉള്ളത് അവർക്ക് വേണ്ടുന്ന അവർക്കുള്ള നിർദ്ദേശം, രോഗത്തിനും എല്ലാ കാര്യത്തിനും ഒരു തുണയുണ്ട് എന്ന് തോന്നുന്ന ഒരു അസാമാന്യ ശക്തിയാണ് ഈ ബാലത്രിപുര സുന്ദരി. അപ്പോൾ ആ ദേവിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ മറ്റ് ശക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കും. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ ആരാധിക്കുന്ന ഒരു ദേവിയാണ് നമ്മുടെ ദേവി. അപ്പോൾ എന്തായാലും ഈ പൗർണമിക്കാവിൽ വരുന്ന ഭക്തർക്ക് ഉണ്ടാകുന്ന ഐശ്വര്യം പോലെ തന്നെ ഇവിടെ ഇതന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ ഇതുവഴി എത്തിയ ഞങ്ങൾക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ സ്വയം ആഗ്രഹിക്കുകയാണ്, വിചാരിക്കുകയാണ്. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. പൗർണമിക്കാവ് എന്ന് പറയുന്നത് ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഈശ്വര സന്നിധാനമാണ്. ഈ സന്നിധാനത്ത് വരുന്നവർക്ക് അതിൻ്റേതായ പ്രത്യേകത ഉണ്ടാകും. മാത്രമല്ല ആ ദേവി, അതായത് പൗർണമിക്കാവിലെ അമ്മയുടെ അനുഗ്രഹം നേടിയിട്ടുള്ളവർ ജീവിതത്തിൽ വിജയം നേടിയിട്ടുണ്ട്. അത് ഇനിയും അനുസ്യൂതം ഒരുപാട് ലോകത്തിന് നന്മ, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന രീതിയിൽ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒരു നന്മ ഉണ്ടാകാനായിട്ട് പൗർണമിക്കാവിലെ ദേവി പ്രാർത്ഥിക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ദേവി ഇത് കാണുന്ന എല്ലാവർക്കും ഇവിടെ വരാനായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഇവിടെ വന്ന് കയറാൻ കഴിയാത്ത ഒരുപാട് പേര് പരാതി പറയാറുണ്ട്, വിളിക്കാറുണ്ട്. ഇവിടെ വന്നെത്താൻ കഴിയുന്നില്ല, തൊട്ടടുത്തെത്തിയിട്ട് വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും. നമ്മളെ വിധിയെ വരെ തിരുത്തുന്ന ക്ഷേത്രമാണ്. അത് മനസ്സിലാവുന്ന ഒരു വീഡിയോ, കാരണം ഒരു വലിയ നീളമേറിയ ഒരു വീഡിയോ ചെയ്യാനായി വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം എന്നറിയാമോ, ഇതിലൂടെ ഒരുപാട് പേർക്ക് മോചനം കിട്ടട്ടെ. എല്ലായിടവും ചെല്ലുമ്പം അവർക്ക് ധനം വേണം, ഇവിടെ ധനം വേണം. ശരി, നന്ദി, നമസ്കാരം. നമുക്ക് നാളെ കാണാം. ഇതുപോലൊരു സന്നിധാനത്ത് എത്താൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യവും അനുഗ്രഹമാണ്. നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് നാളെ കാണാം. പൗർണമിക്കാവിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അവരുടെ അനുഭവം നമുക്ക് അറിയാമല്ലോ. നാളെ